പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് മനുഷ്യരുണ്ട് ആ ഒരു സങ്കടവും പറഞ്ഞു വരണം. ഞാൻ ചെയ്ത തെറ്റുകളുടെ പേരിലാണോ അച്ഛാ എൻ്റെ കൊച്ച് ഇങ്ങനെ രോഗാവസ്ഥയിലായിരിക്കുന്നത്? ഞാൻ ഇത്രയും നാൾ നടന്ന തെറ്റിപ്പോയ വഴികളെ ഓർത്തിട്ടാണോ കർത്താവ് എൻ്റെ കുടുംബത്തെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? നമ്മൾ ചെയ്ത പാപങ്ങളുടെ കണക്ക് വെച്ച് കർത്താവ് നമ്മളെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിൽ ആർക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് പറയണേ. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസരിച്ച് കർത്താവ് ശിക്ഷ വിധിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ഇല്ലാതായി പോകുമെന്നുള്ളതല്ലേ സത്യം. വചനത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. തെറ്റി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ, എത്ര നോക്കിയിട്ടും ശരിയാവാത്ത ഒരാളെ ഓർക്കുമ്പോൾ ഈ ഒരു കർത്താവിൻ്റെ മനസ്സ് കാണണം. ദുഷ്ടൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്നുള്ളതല്ലേ എൻ്റെ ആഗ്രഹം. ഇപ്പം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഏതൊരു പുസ്തകത്തിൽ വായിച്ചു. എങ്ങനെയാണ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുരിശിൽ കിടക്കുന്ന നല്ല കള്ളനെ നോക്കണം. അത്രയും കാലം അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അറിയണം. എന്നിട്ട് ഒന്ന് നോക്കണം, അവസാനത്തെ നിമിഷത്തെ ആ പശ്ചാത്താപത്തിലൂടെ ദുഷ്ടൻ മനസ്സ് തിരിയുമ്പോൾ അയാൾക്ക് പറുദീസയാണ് വാഗ്ദാനം. ഈ ഒരു നിമിഷത്തെ പശ്ചാത്താപത്തിന് ഇത്രയ്ക്കും ശക്തിയുണ്ടോയെന്ന് ഓർക്കാണ് നമ്മളെ. ശരിക്കും സ്വർഗം നേടാനും മാത്രം എങ്ങനെയും നടക്കാമെന്നല്ല, ലൈസൻസ് അല്ല അത്. കാരണം എങ്ങനെ നടന്നിട്ടും ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഒന്ന് തിരിച്ചു വരാനായിട്ടുള്ള സമയം കിട്ടിയില്ലെങ്കിലോ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അങ്ങനെ ഒരു ഏസാവിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശമുണ്ട്. അവൻ വീണ്ടും പശ്ചാത്തപിക്കാനായി, അനുഗ്രഹം പ്രാപിക്കാനായി ആഗ്രഹിച്ചെങ്കിലും അവനതിന് സമയം കിട്ടിയില്ല എന്നാണ് പറയണേ. അവനതിന് അനുഗ്രഹം കിട്ടിയില്ല എന്നാണ് പറയണേ. അതുകൊണ്ട് ഈ അവസാനിപ്പിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ജീവിതം തീർന്നു പോകാവുന്ന അവസ്ഥയിൽ ഇപ്പോഴെങ്കിലും ഈ സമയത്ത് ഒന്ന് മനസ്തപിക്കണം, മനസ്സ് തിരിയണം, കർത്താവിങ്കിലേക്ക് തിരിച്ചു വരണം. ആ ഒരു തിരിച്ചു വരവ് കർത്താവ് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് സുവിശേഷം. വചനം പറയണ കാര്യം, ദുഷ്ടൻ എത്ര ദുഷ്ടത്തരം ചെയ്താലും എത്ര തിന്മകൾ ചെയ്താലും അവൻ മനസ്സ് തിരിഞ്ഞ് നന്മയിലേക്ക് വരാണെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കും. ഐ എം റെഡി, ഐ എം വെയിറ്റിംഗ് എന്നാണ് പറയണേ. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു കാര്യം കൊണ്ട് പറയാനുണ്ട്. നീതിമാനായിട്ടുള്ളൊരു മനുഷ്യൻ കുറേ നാൾ നീതിമാന്റെ വഴിയിലൂടെ ചരിച്ച് നന്മകളൊക്കെ ചെയ്ത് പിന്നെ മനസ്സ് മടുത്ത് പതിയെ പതിയെ തിന്മകൾ ചെയ്യാൻ തുടങ്ങിയാൽ അവന് നരകമായിരിക്കും പ്രതിഫലം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തും. പറഞ്ഞല്ലോ, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കുറച്ചു നാളത്തേക്ക് മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നന്മ പ്രവർത്തികളല്ല എന്ന് ഈ ദിവസങ്ങളിലെ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രം നിങ്ങളെ, ഒരു ദിവസത്തേക്ക് മാത്രം നിങ്ങളെ എളിമപ്പെടുത്തുന്ന ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കണേ? അതല്ലല്ലോ. ജീവിതം മുഴുവൻ ഇങ്ങനെ തിരിയാനുള്ള, കർത്താവിൻ്റെ സ്വന്തമായി മാറാനുള്ള ഒരു ദിനങ്ങളാണിത്. കർത്താവിൻ്റെ സ്വന്തമായിട്ട് എന്നും ജീവിക്കാനുള്ള, എന്തൊക്കെ പ്രലോഭനം ഉണ്ടായാലും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും, എത്രമാത്രം കളിയാക്കലുകൾ ഉണ്ടായാലും കർത്താവിൻ്റെ സ്വന്തമായി എല്ലാ കാലത്തും ജീവിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതാണ് വചനം ഓർമ്മപ്പെടുത്തണേ. കലപ്പയിൽ കൈവച്ചിട്ട് ആരും പിന്തിരിഞ്ഞ് നോക്കരുത്. കർത്താവിൻ്റെ വഴിയെ ചരിച്ചു തുടങ്ങിയാൽ പിന്നെ അവൻ്റെ വഴി, മാനസാന്തരത്തിൻ്റെ വഴി, പിന്നീട് മനസ്സ് തിരിഞ്ഞ് തിന്മയിലേക്ക് പോകാനുള്ള വഴിയല്ല. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് ഒരിക്കലും സൂക്ഷിച്ചു വെക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനായിട്ടുള്ള വലിയ സാധ്യത ഞങ്ങളുടെ മുൻപിൽ അങ്ങ് തുറന്നിടുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുകയാണ്. എത്രമാത്രം അകന്നു പോയാലും, എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പാപങ്ങളാണെങ്കിലും കർത്താവിൻ്റെ പക്കലേക്ക് ഒരാൾ മനസ്സ് തിരിഞ്ഞ് മനസ്താപത്തോടെ തിരിച്ചു വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ കർത്താവെ,
ഞങ്ങളെ സ്വീകരിക്കാൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിക്കുക. തെറ്റിപ്പോയ മക്കളെയൊക്കെ സമർപ്പിക്കുക. ഇടറി നടക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, ദൈവവിചാരമില്ലാതെ ജീവിക്കുന്ന എല്ലാ പരിചയക്കാരെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. തമ്പുരാന് നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന എല്ലാവരും മനസ്സ് തിരിഞ്ഞ് അവനിലേക്ക് വരാൻ ഈ ഒരൊറ്റ നിമിഷം മതി. അവരൊറ്റ നിമിഷത്തിൽ കർത്താവെ അങ്ങയെ സ്വന്തമാക്കുന്നവരായി അവർ ജീവിക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവ് പോലും കൊടുക്കുന്ന ഈ പൊറുതി നമ്മൾക്കും കൊടുക്കാൻ ബാധ്യതയുണ്ടെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് നന്മയുള്ള വഴികളിൽ, കർത്താവിൻ്റെ വഴികളിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ മനസ്സെന്തായിരിക്കണം എന്നതിലൂടെയുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിനക്ക് സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് തോന്നിയാൽ ആ ബലിപീഠത്തിൽ വെച്ചിട്ട് നീ പോയി അവനുമായി രമ്യതപ്പെട്ടതിന് ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കുക. കർത്താവിങ്കിലേക്കുള്ള ദൂരം ഈ രമ്യതയുടെ ദൂരമാണ്. കർത്താവ് എങ്ങനെയാണോ മനുഷ്യനുമായിട്ട് രമ്യതപ്പെടാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത്, അതുപോലെ കൂടെയുള്ളവരോട് രമ്യതയിലായിരിക്കാൻ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇത് പിന്തിരിഞ്ഞു വരാനും പിന്തിരിയുന്നവരോട് പൊറുത്ത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുമുള്ള കാലമാണെന്നറിയണം. ധൂർത്തപുത്രൻ്റെ ഉപമ എല്ലാറ്റിനും നമുക്ക് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ കാത്തു നിൽക്കുന്ന ദൈവപിതാവ്, തിരിച്ചു വരുന്നവനെ സ്വീകരിക്കാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ഒരു ധൂർത്തപുത്രൻ, മൂത്തപുത്രൻ. ആ മൂത്തപുത്രൻ്റെ റോൾ എടുക്കാൻ പോലും പാടില്ലെന്നാണ് വചനം പറയണേ. അവൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് എങ്ങനെയാണോ പിതാവ് മനസ്സായത്, അതുപോലെ തന്നെ അവനെ തിരികെ സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുമായി വേണം ജ്യേഷ്ഠൻ എന്ന നിലയിൽ അയാൾ കാത്തു നിൽക്കാൻ. ഇത് നമ്മളുടെ നിയോഗമാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവെ അനുരഞ്ജനത്തിലൂടെ, രമ്യതയിലൂടെ, സന്തോഷത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവിങ്കിലേക്ക് മനസ്സ് തിരിഞ്ഞ് തിരികെ വന്ന ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മനസ്സു തിരിഞ്ഞു വരുമ്പോൾ വീണ്ടും വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ, അങ്ങനെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള വരത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് രമ്യതയിലായിരിക്കും. കർത്താവുമായും സഹോദരങ്ങളുമായും എപ്പോഴും രമ്യതയിലായിരിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഈ രാത്രിയിൽ നമ്മുടെ ഉറക്കം കെടുത്തണം ഈ വചനം. എത്ര പേരോടാണ് ഇപ്പോഴും വിരോധവും വെറുപ്പും വിദ്വേഷവും? കർത്താവ് പൊറുത്തതല്ലേ നമ്മളോട്, തിരികെ ചേർത്ത് പിടിച്ചതല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും അവർ നമ്മുടെ കരുണയുടെ പുറത്ത് നിൽക്കുന്നത്? കർത്താവെ, അങ്ങയെപ്പോലെ തിരികെ സ്വീകരിക്കാൻ മനസ്സു തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കമില്ലാത്തൊരു രാത്രിയിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.